ആലോചിക്കുന്നുണ്ടാവും എന്താണ് ഞാൻ എഴുതിയത്, എന്താണ് ഈ ഗിഫ്റ്റ് ബോക്സ് എന്നൊക്കെ. ഞാനിന്നൊരു കുഞ്ഞു കലാകാരനെ കാണാൻ പോവാണ്. ഞങ്ങളുടെ നാട്ടിലൊരു കുഞ്ഞു കലാകാരനാണ്, പേര് ബാലു. ആളെ കാണാനായിട്ട് പോവാണ്. അതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുവാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം വീഡിയോ ഇടുമ്പോഴേ നിങ്ങൾക്ക് കാണാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാലുവിൻ്റെ വീട്ടിലോട്ട് ബാലുവിൻ്റെ വിശേഷങ്ങളുമായിട്ട് ബാലുവിൻ്റെ കുഞ്ഞു കലാകാരനിലെ കലാവിരുദ്ധം എന്താണെന്ന് നമുക്ക് ബാലുവിൻ്റെ വീട്ടിൽ പോയിട്ട് കാണാം. അപ്പൊ നമ്മള് ബാലുവിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബാലുവിന്റെ ഒരു ചെറിയ ചമ്മലുണ്ട്, ആരും ഒന്നും വിചാരിക്കരുത്, ചെറിയൊരു ചമ്മലാണ്. അപ്പൊ നമുക്ക് ബാലുവിന്റെ ഈ നിങ്ങളിപ്പോ കണ്ടല്ലോ എന്തൊക്കെയാ വരച്ചെന്നുള്ളതൊക്കെ നല്ല നല്ല അടിപൊളിയായിട്ട് അവരുടെ വീട്ടിൽ തന്നെ ചുമർചിത്രങ്ങളായിട്ടാണ് വരച്ചിരിക്കുന്നത്. നല്ല മനോഹരമാണ്. മെസ്സിയുടെ, നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ, പിന്നെ കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണന്റെ പടമാണ് വരച്ചിട്ടുള്ളത്. ഇത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നത്. നമുക്ക് ബാലുവിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ബാലു റെഡിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ചുമർചിത്രങ്ങൾ മാത്രമാണോ അതോ ബുക്കുകളിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ടുണ്ടോ? ഉണ്ടോ? അതൊക്കെ ഉണ്ടോ? കാണിക്കാമോ ഞങ്ങളെ? അപ്പൊ നമുക്ക് ബാലുവിന്റെ കുറെ പെൻസിൽ ഡ്രോയിങ്സ് കൂടെ ഉണ്ട്. ബാലുവിന്റെ കുറെ ഇഷ്ട താരങ്ങളും പിന്നെ അതുപോലെ തന്നെ ബാലുവിന്റെ റിലേറ്റീവ്സ് അതുപോലെയുള്ളതൊക്കെയാണ് വരച്ചിരിക്കുന്നത്. ഇതാണ് ബാലുവിന്റെ സിസ്റ്റർ, ബാക്കി റിലേറ്റീവ്സ്. ഇപ്പൊ ഇതില് നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമ്മുടെ ലാലേട്ടന്റെ പടം തന്നെയായിരിക്കും. ഇത് വരയ്ക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ഇനി മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണോ നേരെ വരയ്ക്കാതെ ബുക്കിൽ അങ്ങനെയൊന്നും ട്രൈ ചെയ്തിട്ടില്ല? ഇല്ല അല്ലേ? അപ്പൊ നമ്മുടെ ബാലു സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരയ്ക്കുമായിരുന്നു. നമ്മളിതിന് പോയി പ്രാക്ടീസോ അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ലാലേട്ടനെ വരച്ചിരിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ ബാലുവിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ബാലു ഇപ്പോ പഠിക്കുവാണ്. എത്രയാണ് പഠിക്കുന്നത്? അതെ. അപ്പൊ +2 കഴിഞ്ഞ് ഇനിയിപ്പോ എന്താ അടുത്ത പ്ലാൻ? എന്താ? നീറ്റ് എഴുതാൻ പോവാണ്. അപ്പൊ നമ്മള് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടമായത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.